ഒരിക്കലൊരാൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ കാണുന്നത് തൻ്റെ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഭാര്യയോട് ചോദിച്ചു, എന്തേ മക്കൾ ഇന്ന് നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയോ? ഭാര്യ കുറച്ച് സങ്കടത്തോടെ പറഞ്ഞു, അതെ, അവരുറങ്ങിപ്പോയി. അവർക്ക് നൽകാൻ എൻ്റെ അടുക്കൽ ഭക്ഷണമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കഥകളൊക്കെ പറഞ്ഞവരെ ഉറക്കി. അന്നേരം വാപ്പ പറഞ്ഞു, നീ പോയിട്ട് അവരെ വിളിച്ചുണർത്തണം. ഭാര്യ പറഞ്ഞു, ഞാൻ വിളിച്ചുണർത്താം, പക്ഷേ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിശപ്പ് കാരണം കരഞ്ഞെന്നിരിക്കും. ഉടനെ തന്നെ വാപ്പ പറഞ്ഞു, എൻ്റെ റബ്ബ് എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നത് എൻ്റെ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ്. അവരുടെ ഭക്ഷണം അവൻ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞിട്ടില്ലേ, വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബ ലിത്തഖ്വ. നേരം ഇവർ ചെന്ന് മക്കളെ വിളിച്ചുണർത്തുന്നു, വുളൂ ചെയ്തു, എന്നിട്ടൊന്നിച്ച് നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ പാട് വാതിലിൽ ആരമുട്ടുന്നു. ചെന്ന് നോക്കുമ്പോൾ ഒരാഗതൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പാത്രമുണ്ട്, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളുണ്ട്. ഇതിങ്ങനെ അത്ഭുതത്തോടെ നോക്കി കണ്ട വീട്ടുകാരൻ ചോദിച്ചു, എന്തേ കാര്യം, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ച ഭക്ഷണമാണ്. സംസാരങ്ങൾക്കൊടുവിൽ ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കത്തിലേർപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കൂല. അന്നേരം ഞാൻ സത്യം ചെയ്തു, ഇത് ഏറ്റവും വേണ്ടപ്പെട്ട ആളിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ തേടിപ്പിടിച്ച് എത്തിപ്പെട്ടത് നിങ്ങളുടെ വീട്ടിലാണ്. ആഗതൻ്റെ ഈ മറുപടിയിൽ സ്തബ്ധനായി നിൽക്കവേ വീട്ടുകാരൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ ദുആ ചെയ്തു, റബ്ബി ജഅൽനി മുഖീമ സ്വലാഹ് വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ.